ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു: എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം എനിക്ക് നേട്ടമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്ലീഹന്മാരെ വിളിക്കുന്ന സമയത്ത് മർക്കോസ് വിശേഷകം പറയുന്നു, അവൻ അവരെ വിളിച്ചത് അവരോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും രോഗങ്ങൾ സൗഖ്യമാക്കാനുമായി ഐക്യപ്പെടാനുമായി ഈശോരെ വിളിച്ചു. ഈശോ എന്നെയും ഇന്ന് വിളിക്കുകയാണ്, ഈശോയുടെ കൂടെ ആയിരിക്കാൻ, ഈശോയുടെ വചനം കേൾക്കാൻ, ഈശോയുടെ മുഖത്തോട്ട് നോക്കിയിരിക്കാൻ, അവൻ്റെ കൂടെ നടക്കാൻ, അവൻ്റെ വചനം കേൾക്കാൻ, അവനോടുകൂടെ പാർക്കുവാൻ. ഈശോയെ, ഞാൻ നിന്നെയും ക്ഷണിക്കുകയാണ്. ആത്മാവേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിന്റെ കൂടെ വസിക്കാൻ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ഞാനും ഏറെ ആഗ്രഹിച്ച കർത്താവേ, ഞാൻ നിന്നെ ക്ഷണിച്ചു പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹൃദയങ്ങളിൽ വസിക്കുന്ന ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഉണ്ടായപ്പോഴും, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു.
നിന്റെ സാമീപ്യത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു കർത്താവേ. ആദ്യമായി ഈശോയെ സ്വീകരിച്ച നിമിഷം മുതൽ നീയും എൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറവുകൾ നിമിത്തം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില തെറ്റുകളുടെ സമയങ്ങളിലെല്ലാം നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എനിക്ക് പേടിയായിരുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തളർച്ചകളുടെ സമയത്ത് നീ എനിക്ക് ബലമായി കൂടെ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നൽകി എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങ് ഉത്ഥാനത്തിന് ശേഷം അങ്ങയുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് യാത്രയായപ്പോൾ അങ്ങ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് ചെലവഴിക്കുവിൻ. പെന്തക്കുസ്ത തിരുനാൾ ദിവസം അഭിഷേകമായി, അഗ്നിയായി നീ ഞങ്ങളിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു. അതേ അനുഭവം പണ്ട് ശിഷ്യന്മാർക്കുണ്ടായ ആദ്യകാലത്തെ പെന്തക്കുസ്ത അനുഭവം പോലെ ആത്മാവേ നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളോടുകൂടെ വസിക്കാൻ, മറ്റൊരു ആശ്വാസപ്രദനെ ഞങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ നിറയാൻ ഞങ്ങളും ഈ സമയം ഏറെ ആഗ്രഹത്തോടുകൂടി, ഏറെ അഭിലാഷത്തോടുകൂടി കർത്താവേ നിന്റെ കരങ്ങളിൽ, നിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പെന്തക്കുസ്ത അനുഭവം പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ആത്മാവിനെ തരണമേ കർത്താവേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം വഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിന്റെ സജീവമായ സാന്നിധ്യത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ശാന്തമായി നിന്റെ സന്നിധിയിലിരുന്ന് നിന്റെ വചനം കേൾക്കാൻ, നിന്റെ വചനത്തെ ധ്യാനിക്കാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്നോടുകൂടെ പാർക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. വലിയ ആഴ്ചയിലെ 3-ാമത്തെ ദിവസമായി ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആത്മാവിന്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ വിശ്വാസത്തോടും അതിലേറെ സ്നേഹത്തോടും കൂടി ഈ ദിവസം മുഴുവൻ ചെലവഴിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ ആശ്വസിപ്പിക്കുന്ന കരം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ശാന്തമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം. വചനങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകൾ എഴുതി ഹൃദയത്തെ ഉണർത്തണമേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരന്മാരെ, ഉപവാസത്തിൻ്റെ നോമ്പാചരണത്തിൻ്റെ 43-ാമത്തെ ദിവസമാണ്
നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഉപവാസം എന്ന വാക്ക് അത് ഭക്ഷണമോ പാനീയമോ വർജിക്കുന്നതിലൂടെയുള്ള ഉപവാസമല്ല. അത് മറിച്ച് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക എന്നാണ്. കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന 50 ദിവസങ്ങൾ, എല്ലാ ദിവസവും കർത്താവ് നമ്മളുടെ കൂടെ വസിക്കുമ്പോഴും ഏറെ ശ്രേഷ്ഠമായി 50 ദിവസങ്ങൾ നമ്മൾ കർത്താവിനോടുകൂടെ അതിശ്രേഷ്ഠമായ രീതിയിൽ അതിലേറെ സ്നേഹത്തോടു കൂടി 50 ദിവസം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ആയിരുന്ന, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ കൂടെ വസിച്ച് നോമ്പ് ആചരിക്കുകയാണ് നമ്മൾ. നോമ്പ് എന്ന് പറയുന്നത് നോവുള്ള അൻപ് എന്നാണ്. വേദനിക്കുന്ന സ്നേഹമാണ് നോമ്പ്. മറ്റുള്ളവർക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ഞാൻ വേദനിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സ്നേഹമാണ് നൊയമ്പ് എന്ന് പറയുന്നത്. അതിൽ വേദനയുണ്ട്, അതിൽ കുറവുകളുണ്ട്, നഷ്ടപ്പെടലുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി വേദനയോടുകൂടി ചിലത് നഷ്ടപ്പെടുമ്പോഴാണ് ആ സ്നേഹം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് നോമ്പായി അത് മാറുന്നത്. ഉപവസിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിലല്ല യഥാർത്ഥമായിട്ടുള്ള ഉപവാസം. മറിച്ച് ഉപവാസം എന്ന ഭക്ഷണം കഴിക്കാതെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ ദൈവത്തോടുകൂടെ ഏറെ സവിശേഷമായ രീതിയിൽ ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തിൻ്റെ കൂടെ വസിക്കാനുമായിട്ട് ചിലവഴിക്കുന്ന ദിവസങ്ങളായിട്ട് കാണുമ്പോൾ, ദിവസങ്ങളായിട്ട് മാറുമ്പോൾ ഈ ദിവസങ്ങൾ പരിശുദ്ധങ്ങളായി മാറുകയാണ്. ദൈവത്തോടു കൂടെ വസിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ വാസം തുടങ്ങുന്നത് അൾത്താരയിലാണ്. ആദ്യത്തെ വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെടുന്ന ദേവാലയമാകുന്ന ഊട്ടുമുറിയിലെ മേശയിൽ നിന്നാണ്. അവൻ അപ്പമെടുത്ത് അത് ശരീരമായും വീഞ്ഞെടുത്ത് അത് തൻ്റെ രക്തമായും ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുമ്പോൾ 11 ശിഷ്യന്മാരും യേശുവിനോട് ചേർന്നിരുന്ന് അവൻ്റെ മാറിലേക്ക് പോലും ചാഞ്ഞിരുന്ന് യേശുവിനോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുമ്പോൾ യൂദാസ് എന്ന് പറയുന്ന വ്യക്തി മാത്രം യേശുവിനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കാതെ അപ്പം ഭക്ഷിച്ച് പുറത്തോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ കാണുന്നത് ഗെത്സേമനിയിലാണ്. യേശുവിൻ്റെ കൂടെ ആയിരിക്കണം എന്ന വലിയ ആഗ്രഹത്തോടും അഭിലാഷത്തോടും കൂടി 3 ശിഷ്യന്മാർ കെദ്രോൻ തോട് കടന്ന് സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം വേദനയുടെ പാരമ്യത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഗെത്സേമനിയിൽ ഇരിക്കുമ്പോൾ ദൈവം പോലും ആഗ്രഹിക്കുന്നു, കുറച്ചു പേരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അതിന് ഉത്തരമായിട്ടായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും കർത്താവിനെ ധൈര്യപ്പെടുത്താനായിട്ട് ഗെത്സേമനിയിൽ ചെല്ലുന്നത്. വേദനയുടെ ആധിക്യം കൊണ്ട് രക്തം വിറ്റിറ്റായി വീഴുമ്പോൾ ഈ 3 പേരും യേശുവിനോടുകൂടെ വസിക്കാനല്ല, തങ്ങളുടെ സുഖങ്ങളിലേക്ക് പറഞ്ഞു പോകാനാണ് അവരാഗ്രഹിച്ചത്. പിന്നീട് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരെ കാണുന്നത് കർത്താവിൻ്റെ പീഡാസഹനം തുടങ്ങുമ്പോഴാണ്. പിലാത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ, നീതി നടപ്പാക്കേണ്ട മനുഷ്യൻ, കർത്താവിനോട് കൂടെ നിൽക്കേണ്ട മനുഷ്യൻ, നീതി നിഷേധിച്ച് അവനെ കുരിശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് യേശുവിൽ നിന്ന് ഓടിയകലുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ വേദനകളിലേക്ക്, യേശുവിൻ്റെ പീഡാസഹനങ്ങളിലേക്ക് കുറെ കൂടി ദുഃഖങ്ങൾ പങ്കുവെച്ചു കൊടുത്ത പടയാളികളെയാണ്. യേശുവിനോട് കൂടെ സഹതപിക്കേണ്ട അവർ, ദൈവത്തോടു കൂടി സഹതപിക്കേണ്ട അവർ വേദനകൾ നൽകി, മുൾമുടികൾ നൽകി കർത്താവിനെ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവർ ഓടിയകലുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നിയമം പഠിച്ച് മറ്റു മനുഷ്യരെ ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഫരിസേയരും നിയമജ്ഞരും ദൈവ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ടും ദൈവനീതിയെ നിഷേധിച്ചുകൊണ്ടും ദൈവത്തിനെതിരെ നിയമയുദ്ധത്തിന് പോകുന്ന മനുഷ്യർ. അവസാനമായി നമ്മൾ കാണുന്നത് കുറെ വഴിപോക്കരെയാണ്. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ
വേദനിക്കുന്നവനെ കാണാതെ അവൻ്റെ വേദനകളിലേക്ക് കുറച്ചുകൂടി പരിഹാസത്തിൻ്റെ, വേദനയുടെയൊക്കെ അനുഭവം പകർന്നു കൊടുത്തുകൊണ്ട് അവനെ ദുഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന കുറേ വഴിപോക്കർ. ഇവരൊന്നും കർത്താവിനോട് കൂടി വസിച്ചവരല്ല, കർത്താവിൻ്റെ വഴിയിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ കർത്താവിനോട് കൂടെ വസിച്ച വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയമായിരുന്നു ആദ്യത്തെ ഏറ്റവും ഉത്തമമായ മാതൃകയായി യേശുവിനോട് കൂടി വസിച്ച വ്യക്തി. കുരിശിൻ്റെ വഴിയിൽ 4-ാം സ്ഥലത്ത് നമ്മൾ കാണുന്നു, കുരിശിൻ്റെ വഴിയിലേക്ക് ഓടിയെത്തുന്ന പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ധൈര്യത്തോടുകൂടി കർത്താവിൻ്റെ പദ്ധതി നടപ്പാക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ നീ കുരിശിലേക്ക് നീങ്ങിക്കൊള്ളൂ, നിന്റെ കൂടെ ഞാനുണ്ട്, നിന്റെ കൂടെ വേദനയോടുകൂടി ഞാൻ, അമ്മ എന്ന ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുക്കുന്ന സമയം അത് യേശുവിനോട് കൂടെ വസിക്കലാണ്. ശിമയോൻ എന്ന് പറയുന്നൊരു വ്യക്തി കർത്താവ് കുരിശുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ലാതെ തളർന്നു വീഴുന്ന സമയത്ത് ഒരു ആശ്വാസവാക്കായി, ഒരു താങ്ങായി, തണലായി, ഒരു ഭാരം പങ്കുവയ്ക്കുന്ന മനുഷ്യനായി, മനുഷ്യ ഹൃദയമുള്ളവനായി ശിമയോൻ മാറുമ്പോൾ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ വഴിപോക്കനായിട്ടല്ല, കുരിശിൻ്റെ വഴിയിൽ അവനോടുകൂടി പങ്കുചേർന്ന് അവൻ്റെ ദുഃഖങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ കൂടി നമ്മൾ കാണുകയാണ്. കുരിശിൻ്റെ വഴി മുന്നോട്ട് പോകുമ്പോൾ രക്തം വിയർത്ത് വികൃതമാക്കപ്പെട്ട കർത്താവിൻ്റെ മുഖം കണ്ട് മുഖത്തിൻ്റെ പ്രസന്നത ആർജിച്ചെടുക്കാൻ, ആവാഹിച്ചെടുക്കാൻ ആഗ്രഹിച്ച വെറോണിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. ആ സ്ത്രീ അവളുടെ തുവാലയെടുത്ത് അവൻ്റെ മുഖത്ത് പടർന്ന രക്തക്കണികകൾ വിയർപ്പോടുകൂടി തുടച്ചെടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ പങ്കായിട്ട് ആ തുണിക്കഷ്ണത്തിലേക്ക് അവൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ പതിപ്പിച്ചു കൊടുത്ത് നിന്റെ വേദനയിൽ ഞാനുണ്ടെന്ന് ഉറപ്പ് കൊടുത്ത് അവളോടുകൂടെ നിന്നോടുകൂടെ ഞാനുമുണ്ടെന്ന് ഉറപ്പ് നൽകിയ കർത്താവ്. പിന്നീട് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വഴിയിൽ, കുരിശിൻ്റെ വഴിയിൽ വേദനയോടുകൂടി വീണപ്പോഴും അവൻ വേദനയോടുകൂടി കരഞ്ഞപ്പോഴും ആശ്വസിപ്പിക്കാൻ എത്തുന്ന ഭക്ത സ്ത്രീകളാണ്. അവരോടുകൂടെ കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ വഴിയിൽ നടന്ന് അവൻ്റെ ജീവിതത്തിലേക്ക് ചേക്കേറിയ കുറേ ഭക്ത സ്ത്രീകൾ. കുരിശിൻ്റെ വഴിയിൽ പിന്നോട്ട് മുന്നോട്ട് പോകും നമ്മൾ കാണുന്നു ഒരു അരിമത്തിക്കാരൻ യോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ. ആരാലും എല്ലാവരാലും പരിത്യക്തനായി, ആരുമില്ലാതെ മൃതശരീരം പോലും ഏറ്റെടുക്കാൻ, ദൈവത്തിൻ്റെ മൃതശരീരം പോലും ഏറ്റെടുക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് തൻ്റെ ജീവിതം പോലും പണയപ്പെടുത്തി ഈശോയുടെ മൃതശരീരം ഏറ്റുവാങ്ങിയ അരിമത്തിയക്കാരൻ ജോസഫ്. അവസാനം നമ്മൾ കാണുന്നു കുരിശിൻ്റെ വഴിയിൽ അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് അനാഥമായി പോയ അമ്മയെ തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ഏറെ സ്നേഹത്തോടുകൂടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാനുണ്ട്, നിന്റെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് തൻ്റെ അമ്മയെ ഏറ്റെടുത്ത യോഹന്നാൻ. ഇന്ന് കുരിശിൻ്റെ വഴി നമ്മുടെ വഴിയാണ്. കുരിശിൻ്റെ വഴി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാഴ്ചക്കാരാണോ? ഒരു പിലാത്തോസായിട്ടോ ഒറ്റുകാരനായിട്ടോ പരിഹസിക്കുന്നവനായിട്ടോ കർത്താവിന് പീഡകൾ കൂടുതൽ ഏൽപ്പിക്കപ്പെടുന്നവരായിട്ടോ ആണോ നമ്മൾ കടന്നു പോകുന്നതെന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ഇടവരട്ടെ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാനായി ശ്രമിക്കാം. ഇന്ന് നമുക്ക് ഉപവസിക്കാനാവട്ടെ. കർത്താവിൻ്റെ കൂടെ വസിച്ചു എന്ന് ഉറപ്പാക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേട്ടു എന്ന് ഉറപ്പാക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറെ ശ്രദ്ധയോടുകൂടി അവനെ കേട്ട് അവനോടുകൂടെ പാർക്കാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമുക്കും കുരിശിൻ്റെ വഴിയിൽ ക്രിസ്തുവിനോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നോവുള്ള അൻപ് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ചില കുറവുകൾ നമുക്കുണ്ടാകുമ്പോഴാണ് ആ കുറവുകൾ മറ്റുള്ളവർക്ക് നിറവുകളായി മാറുന്നത്. ആ സ്നേഹമാണ് മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നത്. നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കുറവ് മറ്റുള്ളവർക്ക് സദ്യകളായി മാറുമ്പോഴാണ് നമ്മളുടെ നൊയമ്പുകളുടെ അർത്ഥങ്ങൾ പൂർണ്ണമാകുന്നത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവേ, നിന്നെ കാണാൻ ആഗ്രഹിച്ച് ഞാനും പലപ്പോഴും കുരിശിൻ്റെ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. നീ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത ഒരുപാട് പീഡകളുണ്ട്. ആ പീഡകളെ ഞാൻ നിസ്സാരമായി കണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ എൻ്റെ പാപനിമിത്തം ഞാൻ അകന്നുപോയ സമയങ്ങളിൽ നീ എനിക്ക് വേണ്ടി കൂടുതൽ പീഡകൾ ഏൽക്കുകയായിരുന്നു. കർത്താവേ, കുരിശിൻ്റെ വഴിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ, നിന്റെ പീഡകളിലേക്ക് നോക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു,
അഴകില്ല, ആകാര ഭംഗിയില്ല, ആകർഷകമായി നിന്നെ ഞങ്ങൾ ഒന്നും കണ്ടില്ല. കാരണം നീ വഹിച്ചത് ഞങ്ങളുടെ വേദനകളായിരുന്നു, നീ ചുമന്നത് ഞങ്ങളുടെ പാപമായിരുന്നു. കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കുകയാണ്, നിന്നെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കർത്താവെ, ആത്മാവിന്റെ കൃപ നൽകി നീ ഞങ്ങളോട് കൂടെ പാർക്കണമേ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് നിന്നോട് പ്രാർത്ഥിച്ചതും അതായിരുന്നു. ഇതാ രാത്രി അടുത്തു വരുന്നു, പ്രഭാതം അവസാനിക്കുന്നു, പ്രകാശം ഇല്ലാതായി മാറുന്നു, അന്ധകാരം കടന്നു വരുന്നു. ഇന്ന് ഞങ്ങളോടുകൂടെ പാർക്കണമേ. ചാവറേസൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, നീ എന്നെ വിളിച്ചത് നിന്നോടുകൂടെ പാർക്കാനാണ്. നീ എന്നെ വിളിച്ചത് നിന്നോടുകൂടെ പാർക്കുമ്പോൾ നിന്നെ കേൾക്കാനാണ്. നിന്നോടുകൂടെ പാർക്കുമ്പോൾ നീ പറയുന്നത് കേൾക്കാനാണ്, നിന്റെ കൂടെ നടക്കാനാണ്. നിന്റെ കൂടെ നടന്നും നിന്നെ കേട്ടും നിന്നെ മനസ്സിലാക്കിയും നിന്നോട് സംസാരിച്ചും സദാ നിന്നോടുകൂടെ പാർക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഒരു നോക്ക് നിന്നെ നോക്കിക്കാണാൻ, ഒന്ന് നിന്നെ കേൾക്കാൻ, നീ ഒന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ എത്ര ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ നിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിയും കണ്ണുകൾ തുറന്നു വെച്ചും ചെവികൾ കൂർപ്പിച്ച് ഞാൻ നിൽക്കുകയാണ്. കർത്താവേ, ഈ സമയം നമുക്ക് വലിയ സ്നേഹത്തോടെ, വലിയ ആഗ്രഹത്തോടു കൂടി, കർത്താവേ, നീ എന്നെ ഒന്ന് നോക്കണമേ, നീ എന്നോടൊന്ന് സംസാരിക്കണമേ. ഞാനിതാ നിന്റെ വരവിനായി കാത്തിരിക്കുന്നു. കർത്താവേ, നമുക്ക് രണ്ട് കരങ്ങളും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ അറിയുന്ന കർത്താവേ, എന്നെ ഒന്ന് നോക്കി എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? ഈശോയെ, ആദ്യമായി ദിവ്യകുർബാന സ്വീകരിച്ച നിമിഷം ഞാൻ ഓർക്കുകയാണ്. എത്രയോ വലിയ ആവേശത്തോടു കൂടിയാണ് ഞാൻ നിന്നോടന്ന് പ്രാർത്ഥിച്ചത്. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നോടുകൂടെ നീ വസിക്കണമേ. മരണം വരെ ആ വിശുദ്ധിയിൽ കിട്ടിയ വെള്ളവസ്ത്രം നഷ്ടപ്പെടാതെ നിന്നോടുകൂടെ ആയിരിക്കാൻ, നീ പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കർത്താവേ, അന്ന് നമ്മൾ എടുത്ത പ്രതിജ്ഞ പോലെ ഇന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. കർത്താവേ, ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നു നിന്റെ വരവിനായി, നിന്റെ ഒരു സംസാരത്തിനായി, നിന്റെ വാക്കുകൾ കേൾക്കാനായി, നിന്റെ കൂടെ എന്നും വസിക്കാനായി. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? ഈശോയെ, തിരുസഭയിലെ രക്തസാക്ഷികളായ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. നിന്റെ സ്നേഹത്തോളം ചേർന്ന് നിൽക്കാൻ, നിന്റെ ജീവിതത്തോളം ചേർന്ന് നിൽക്കാൻ, നിന്റെ കുരിശു മരണത്തോളം ചേർന്ന് നിൽക്കാൻ
ജീവിതം പോലും വ്യയം ചെയ്ത, ജീവിതം രക്തസാക്ഷിത്വമാക്കി മാറ്റിയ വലിയ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. അവർക്ക് എന്നും ആഗ്രഹമുണ്ടായിരുന്നത് നിന്നോടുകൂടെ ജീവിക്കണം, നിന്നോടുകൂടെ മരിക്കണം. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം എനിക്ക് വലുതാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിനോടുള്ള മരണവും എനിക്ക് വലുതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ഓരോ രക്തസാക്ഷികളും ജനിക്കുന്നത്. കർത്താവേ, രക്തസാക്ഷികളുടെ തീക്ഷ്ണതയോടെ നിനക്ക് വേണ്ടി ജീവിച്ചു തീർത്ത വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തോടുകൂടെ ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, വലിയ ആവേശത്തോടെ പ്രത്യേകിച്ച് ഈ വലിയ ആഴ്ചയിലെ പുണ്യ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും ഞങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചി ഈ സമുദ്രമാകുന്ന ലോകത്തിലേക്ക് മുങ്ങിപ്പോകാനായിട്ട് ആരംഭിക്കുന്ന സമയങ്ങളിൽ വഞ്ചിയിൽ കിടന്നുറങ്ങുന്ന അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ ഞങ്ങൾക്കിടവരട്ടെ. അടക്കം ചെയ്യപ്പെട്ട ഈശോയെ അന്വേഷിച്ചു വന്ന മഗ്ദലന മറിയത്തെ പോലെ നീ എവിടെയുണ്ടെങ്കിലും നിന്നോടുകൂടെ ആയിരിക്കാൻ, നിന്റെ സാന്നിധ്യം എനിക്ക് വലുതാണെന്ന് പറഞ്ഞ് യേശുവിന്റെ മൃതശരീരം പോലും എടുത്തുകൊണ്ടുപോകാൻ ആഗ്രഹിച്ച മഗ്ദലന മറിയത്തെ പോലെ കർത്താവേ, ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി നിന്നോട് ഞങ്ങൾ പറയുന്നു, ഒരു നോക്ക് കാണാനും, ഒന്ന് കേൾക്കാനും, ഒന്ന് നിന്നെ അനുഭവിക്കാനും, നിന്നോടുകൂടെ വസിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? സ്നേഹം നിറഞ്ഞ ഈശോയെ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ നോവിൻ്റെ വലിയ അനുഭവമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. നോമ്പ് എന്താണെന്ന് ദിവ്യകാരുണ്യ ഈശോയെ നീയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. നോവുള്ള അൻപാണതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇത്രത്തോളം വലുതാവാൻ നീ എത്രത്തോളം ചെറുതായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. എല്ലാം സ്വന്തമായി ഉണ്ടായിരുന്നവൻ എല്ലാം വേണ്ട എന്ന് വെച്ച് ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോരേണ്ട സമയമായപ്പോൾ ഞങ്ങളോടുകൂടെ, മനുഷ്യനോടുകൂടെ വസിക്കാൻ ആഗ്രഹിച്ച ദൈവമാണ് ദിവ്യകാരുണ്യം. ഇതിനേക്കാൾ വലിയ ഒരു മാതൃക, നൊയമ്പിന്റെ മാതൃക ഞങ്ങൾ എവിടെയാണ് ഈശോയെ കാണുക? നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കരങ്ങൾ നീട്ടുകയാണ് കർത്താവേ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കൂപ്പുകരങ്ങളോട് നിൽക്കുകയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, നിന്നോടുകൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് നീ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തണമേ. ആരാധനയുടെ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്ന ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അനുഗ്രഹമായി പെയ്തിറങ്ങണമേ. ആശീർവദിക്കാനായി നീ കരമുയർത്തുമ്പോൾ കർത്താവേ, നീ ഞങ്ങളുടെ കരം ചേർത്ത് പിടിക്കണമേ. നിന്നോടുകൂടെ എന്നും വസിക്കാൻ, ഉപവാസം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് നിന്നോടുകൂടെ സർവാത്മന ജീവിക്കുന്നതാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. ആശ്വസിപ്പിക്കുന്ന കർത്താവേ, കൂടെ വസിക്കുന്ന ദൈവമേ, ദിവ്യകാരുണ്യമായി ഈശോയെ, ഞങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഇരു കരങ്ങളും നീട്ടി ഞങ്ങളോടുകൂടെ നീ വസിക്കണമേ. ഇരു കരങ്ങളും നീട്ടി ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം നൽകി
ഞങ്ങളോടുകൂടെ പാർക്കണമേ. വഴിതെറ്റിപ്പോകുന്ന സമയങ്ങളിൽ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ ആത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിവേകത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഈശോയോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളും വചനത്തോട് ചേർന്ന് ജീവിച്ച് ഈശോയുടെ കൂടെ മുന്നോട്ട് നീങ്ങാനുള്ള കൃപ നൽകണമേ. നമുക്ക് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം, ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇരു കരങ്ങളും കൂപ്പിപ്പിടിച്ച് ശിരസ് നമിച്ച് കണ്ണുകളടച്ച് കർത്താവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ, ഞങ്ങളോടുകൂടെ പാർക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ അങ്ങയെ കേൾക്കാൻ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാം. നാഥാ കൂടെ വസിക്കണമേ, 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 നാഥാ നാഥാ കൂടെ വസിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,